സമസ്ത എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രസ്ഥാനമാണ്. സമസ്തയുടെ നയം പറയേണ്ടത് സമസ്തയുടെ നേതാക്കളാണ്. സമസ്തയുടെ നയം പറയേണ്ടത് സമസ്തയുടെ നേതാക്കളാണ്. സമസ്തയുടെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റാണ്. സമസ്തയുടെ മുഷാവറ സമിതിയാണ്. ആദരണീയനായ പ്രസിഡന്റ് എന്നോ പറഞ്ഞല്ലോ. അതൊക്കെ വളരെ വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും പ്രസക്തമല്ലാത്ത പ്രധാനമല്ലാത്ത കാര്യങ്ങളാണ്. അതിന് മറുപടി പറയേണ്ടതില്ല, ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അബ്ദുസംസാനി MP ഇപ്പോൾ നമ്മോടൊപ്പം മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ജനങ്ങളുടെ വലിയ സ്നേഹം, വലിയ ആവേശം, പൊന്നാനി എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള UDFനോടുള്ള കൂറ്, പ്രതിബദ്ധത, രാജ്യം ഒരു വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പ്രബുദ്ധമായ രാഷ്ട്രീയ തീരുമാനം എങ്ങനെ എടുക്കണമെന്ന് നന്നായി അറിയുന്ന നാട്ടുകാരുടെ അവരുടെ ഒരു ബോധത്തിന്റെ, ജാഗ്രതയുടെ പ്രകടനം, പിന്നെ ജനങ്ങളുടെ ഒരു ഐക്യം, വലിയൊരു ദൗത്യത്തിലേക്ക് ജനങ്ങൾ ഉറച്ചു കഴിഞ്ഞു എന്ന അവരുടെ തീരുമാനമാണ് ഇതിലൂടെ കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തിൽ പ്രാദേശികമായി പൊന്നാനിയിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ദേശീയ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രധാനം ദേശീയ രാഷ്ട്രീയമാണ്. അതിനെ ചെറുതാക്കി മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തെരഞ്ഞെടുപ്പിന്റെയോ രാജ്യത്തിന്റെയോ യഥാർത്ഥമായിട്ടുള്ള താൽപര്യങ്ങൾക്ക് അനുഗുണമല്ല. രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ പോണ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അതിനുശേഷമുള്ള ഇന്ത്യ അതെന്താന്നുള്ളത് തീരുമാനിക്കും. കഴിഞ്ഞ 10 കൊല്ലം രാജ്യം ഭരിച്ച കേന്ദ്രത്തിലെ ആ ഒരു അധികാരശക്തി, അവരുടെ അധികാര ദുർവാഴ്ച, അത് ഇനിയും കൂടി തുടർന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം രാജ്യവാസികൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം പ്രാദേശികമായിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പൊന്നാനിയിലെ ജനങ്ങൾ, ഇവിടുത്തെ വികസനം, പുരോഗതി, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുക, അതിലെല്ലാം ഉൾപ്പെട്ടു. ജനക്ഷേമം. ഞാൻ കഴിഞ്ഞ കാലത്ത് മലപ്പുറത്ത് 3 കൊല്ലം പ്രവർത്തിച്ചതുണ്ട്. അതിനുമുമ്പ് നിയമസഭയിൽ അംഗമായി. ഈ പൊന്നാനിക്കാരനാണ് ഞാൻ, ഈ നാടിന്റെ ഭാഗമാണ്. കോട്ടക്കലാണ് MLA ആയിരുന്നത്. ജനങ്ങൾ കൂടെ നിൽക്കും. നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ആവുന്നതെല്ലാം ചെയ്യും. അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ 3 കൊല്ലം മലപ്പുറത്ത് ചെയ്തതുപോലെ. ഈ മണ്ഡലം മാറിയതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു പൊന്നാനിയിൽ. ഒട്ടുമില്ലല്ലോ. എന്തിനാ അതിന്റെ ആവശ്യം? ഇതെന്റെ നാടാണ്. ഇതെന്റെ നാടാണ്. പൊന്നാനിയുടെ ഭാഗത്താണ് ഞാനുള്ളത്, പാർക്കുന്നത്, എന്റെ വീട്, എന്റെ പരിസരം. മാത്രമല്ല, ഇന്ന് ഞാൻ താനൂർ മണ്ഡലത്തിലെ പരിപാടികളാണ്. ചെറിയമുണ്ടം പഞ്ചായത്ത്, പൊന്മുണ്ടം പഞ്ചായത്ത്, താനാളൂർ പഞ്ചായത്ത്, നിറമരുദൂർ പഞ്ചായത്ത് കഴിഞ്ഞിട്ടാണ് താനൂർ വന്നിരിക്കുന്നത്. പല സ്ഥലത്തും പോയപ്പോൾ, ഞാൻ ചെറിയമുണ്ടത്ത് പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ നാട് കോട്ടക്കൽ അടുത്ത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ സദസ്സിന്ന് സഹോദരന്മാർ പറയാൻ, അല്ല ഇവിടെ തന്നെയെന്ന്. കാരണം എൻ്റെ ഒരുപാട് പിതൃബന്ധുക്കൾ, വന്യപിതാവിൻ്റെ ബന്ധുക്കളുള്ള പ്രദേശമാണ് അവിടെയൊക്കെ പരിസരവും. അല്ലെങ്കിൽ ഇത് നാടാണ്, നമ്മൾ വളർന്ന പ്രദേശങ്ങളാണ്. അവനവൻ്റെ നാട്ടിൽ നിൽക്കുന്നു. ഇവിടെ മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ട്, നിയമസഭയിലേക്കാണെങ്കിലും. അതുകൊണ്ട് അങ്ങനെ ഒരു ട്രബിളിന്റെ വിഷയം മാത്രമല്ല. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഭിവന്ദ നേതാവ്, എന്റെ പേര് പ്രഖ്യാപിച്ച് അങ്ങ് ഗോദയിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട താമസം, എവിടെ ചെന്നോ അവിടെയൊക്കെ കണ്ടത് വലിയ ആവേശ തള്ളിച്ചയാണ്. ജനങ്ങൾ നൽകുന്ന ഒരു വലിയ സ്നേഹമാണ്, പിന്തുണയാണ്. അതുകൊണ്ട് വലിയ അഭിമാനമാണ്, കൃതാർത്ഥതയാണ്. ഈ LDF എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ നടത്തിയൊരു മണ്ഡലമാണ് പൊന്നാനി. ഇത്തവണ പക്ഷേ പാർട്ടി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി. മുൻ സഹപ്രവർത്തകനും കൂടിയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. ദേശീയമായിട്ട് എന്താണ് പ്രസക്തം? എന്ത് രാഷ്ട്രീയമാണ്? ഡൽഹിയിൽ രാജ്യം ആഗ്രഹിക്കുന്ന അധികാരത്തിന്റെ മാറ്റം ഉണ്ടാവണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല. അത് രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യണം. ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇന്ത്യ എന്ന സിദ്ധാന്തം, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ബഹുസ്വരത, ഇന്ത്യയുടെ മതേതരത്വം, അതൊക്കെ അപകടപ്പെടുത്തി ചവിട്ടി മെതിച്ചു പോകുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരാൻ പാടില്ല. ആർക്കാണ് അവരെ തടുക്കാൻ സാധിക്കുക? ആർക്കാണ് ഒരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ സാധിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര സർക്കാർ അധികാരത്തിൽ വന്നേ തീരൂ. അത് രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. അതാണ് UDF. അതാണ് UDFന്റെ രാഷ്ട്രീയം. വളരെ കൃത്യമാണ് രാഷ്ട്രീയം. ഏതൊരു സാധാരണക്കാര്, കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലെ ചുവരെഴുത്താണത്. ഈ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം, പ്രത്യേകിച്ച് ഇരുവിഭാഗം സുന്നികൾക്കും.
ഈ എതിർ സ്ഥാനാർത്ഥി സുന്നികളുടെ വോട്ടിൽ ചോർച്ച, എതിർ സ്ഥാനാർത്ഥിയിലൂടെ ചോർച്ചയ്ക്ക് സാധ്യതയുണ്ട്? അങ്ങനൊന്നുമില്ല. അതൊക്കെ വളരെ അർത്ഥശൂന്യമായിട്ട് വിഷയദാരിദ്ര്യത്തിൽ നിന്ന് ഉത്ഭവം കൊള്ളുന്ന കാര്യങ്ങളാണ്. ഈ സ്ഥാനാർത്ഥി തന്നെ പറയുകയുണ്ടായി സമസ്തയിലെ ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. സമസ്ത എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രസ്ഥാനമാണ്. സമസ്തയുടെ നയം പറയേണ്ടത് സമസ്തയുടെ നേതാക്കളാണ്. സമസ്തയുടെ നയം പറയേണ്ടത് സമസ്തയുടെ നേതാക്കളാണ്. സമസ്തയുടെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റാണ്. സമസ്തയുടെ മുഷാവറ സമിതിയാണ്. ആദരണീയനായ പ്രസിഡന്റ് എന്നോ പറഞ്ഞല്ലോ. അതൊക്കെ വളരെ വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും പ്രസക്തമല്ലാത്ത, പ്രധാനമല്ലാത്ത കാര്യങ്ങളാണ്. അതിന് മറുപടി പറയേണ്ടതില്ല, ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത്ര ദിവസത്തെ ഒരു ആവേശം, അതായത് ഇപ്പം ഒരുപാട് റോഡ് ഷോകൾ കഴിഞ്ഞു, നേതൃസംഗമങ്ങൾ കഴിഞ്ഞു, വലിയ ആത്മവിശ്വാസം തന്നെയാണ്. താങ്കൾ കാണുന്ന ഇത് തന്നെ ജനങ്ങളുടെ ഈ ഒരു മുഖത്തെ ആത്മവിശ്വാസം. ജനങ്ങളാണ് UDF, ജനങ്ങളുടെ ശക്തിയാണ്. അവർ നൽകുന്ന ആത്മവിശ്വാസമാണ് UDFന്റെ ആത്മവിശ്വാസം. അവർ നൽകുന്ന പ്രത്യാശയാണ്. ഞാൻ തൃത്താലയിൽ പോയി പെട്ടെന്ന് ഒന്ന് കാണാൻ ചെന്നായിരുന്നു. അങ്ങാടി മുഴുവൻ തടിച്ചുകൂടിയ ജനം. എൻ്റെ നാട് കോട്ടക്കൽ വലിയ തോതിലുള്ള ആവേശമായിരുന്നു. അഭിവന്ദനായ തങ്ങളെന്റെ പേര് പ്രഖ്യാപിച്ച് തിരൂരിൽ വരുമ്പോഴേക്ക് വലിയൊരു ചെറിയ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അത് റോഡ് ഷോ വലിയൊരു പ്രവാഹമായി മാറി. ജനങ്ങൾ, അവർക്ക് അഭിവാദ്യം, അവർക്ക് നന്ദി, അവരുടെ സ്നേഹം, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനം. ജനങ്ങൾ ഇന്ത്യയുടെ ഗതി മാറ്റി തിരുത്തി കുറിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് UDF ഇത്തവണയും വലിയ വിജയത്തിൽ വലിയ വിജയം വിജയിക്കും. പിന്നെ പൊന്നാനി എന്തൊക്കെ ഒച്ചയും പുളിയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയപ്പോൾ എപ്പോഴും പൊന്നാനിക്കൊരു നിലപാടുണ്ട്, പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, പൊന്നാനിക്കൊരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ ഉയർന്നു നിന്ന രാഷ്ട്രീയമാണ്. മഹാരഥന്മാരായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കളെ വിജയിപ്പിച്ച ഇടമാണ്. പൊന്നാനിയുടെ ഹൃദയം UDFന് വേണ്ടി എന്നും തുടിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴത് കൂടുതൽ ആർദ്രമായി, വികാരോഷ്മളമായി തുടിക്കുന്നതാണ് ഈ മനസ്സുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാലത്തെയും പോലെ തന്നെ ഇത്തവണയും പൊന്നാനിയിൽ UDF മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സമദാനി തന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. താനൂരിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.